UDF നിയന്ത്രിക്കുന്ന കോഴിക്കോട് വടകര കടത്തനാട്ട് ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് LDF നേതൃത്വം നൽകുന്ന ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വടകര RDO ഓഫീസിനു മുമ്പിൽ ഈ മാസം 15 മുതൽ നടക്കുന്ന അനിശ്ചിതകാല സത്യാഗ്രഹത്തിന്റെ സമരപ്രഖ്യാപന കൺവെൻഷൻ ഇന്ന് തുടക്കമാകും. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK ദിനേശൻ ഉദ്ഘാടനം ചെയ്യും. കേസിൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുള്ള സൊസൈറ്റി മുൻ പ്രസിഡന്റും DCC സെക്രട്ടറിയുമായ TV സുധീർ കുമാറിന് കോടതി ജാമ്യം നിഷേധിച്ചു. കോൺഗ്രസ്, ലീഗ്, RMP സഖ്യം നേതൃത്വം കൊടുക്കുന്ന സൊസൈറ്റിയുടെ സാമ്പത്തിക തട്ടിപ്പിനെതിരെ സമഗ്രമായ അന്വേഷണം നടത്തുക, ഇബ്രാഹിം കുട്ടി ഹാജിയുടെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, മുഴുവൻ നിക്ഷേപകരുടെയും പണം തിരിച്ചു നൽകാൻ സർക്കാർ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല സത്യാഗ്രഹ സമരം. 2.16 കോടി രൂപയുടെ തട്ടിപ്പാണ് സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കേസിലെ ഒന്നാം പ്രതി സൊസൈറ്റി സെക്രട്ടറി പ്രീന ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയും കോടതി തള്ളിയിട്ടുണ്ട്. മൂന്നാം പ്രതി റിനീഷിനെ വടകര കോടതി കഴിഞ്ഞ ദിവസം റിമാൻഡ് ചെയ്തിരുന്നു. റിമാൻഡിലായ റിനീഷിനെയും സുധീർ കുമാറിനെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാൻ തിങ്കളാഴ്ച വീണ്ടും ക്രൈംബ്രാഞ്ച് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. 22 ലക്ഷം രൂപ തിരിച്ചു കിട്ടാതായതിനെ തുടർന്ന് ഇബ്രാഹിം ഹാജി മരിക്കുന്നതിന് മുൻപ് വടകര പോലീസിൽ നൽകിയ പരാതിയിലെ കേസിൽ TV സുധീർ കുമാർ, പ്രീന, റിനീഷ് എന്നിവർക്ക് പുറമെ സൊസൈറ്റിയിലെ നിലവിലെ പ്രസിഡന്റ് ബഷീർ അഹമ്മദ്, അബ്ദുൾ മജീദ് എന്നിവരുമാണ് പ്രതിസ്ഥാനത്തുള്ളത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.